പ്രെയർ വെച്ചിട്ട് ഒന്നും പഠിക്കാതെ ഇപ്പോഴും എൻ്റെ ഫോണിൽ ആ വോയിസ് നോട്ട് കിടക്കുന്നുണ്ട്. ഒന്നും പഠിക്കാതെ യൂണിവേഴ്സിറ്റി എക്സാമിന് പോയിട്ട് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. അതെങ്ങനെ? അതാണ് പറഞ്ഞത്, എല്ലാം നമുക്ക് എവിടെയോ കേട്ടതോ എല്ലാം നമ്മളെ മൈൻഡിലുണ്ടല്ലോ. റൈറ്റ് ടൈമിന് ആ പ്രെയർ ചൊല്ലിട്ട് ആ പ്രെയർ ചൊല്ലി ഹീൽ ചെയ്തിട്ട്, അതും സയൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ അതോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനോ? കാരണം പോസിറ്റീവ് കാര്യം മാത്രമല്ല മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ വൈസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ തോട്ട്സിലൂടെയും ഫീലിങ്സിലൂടെയും നിങ്ങളുടെ ആക്ഷനിലൂടെയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത കാര്യമാണ്. നെഗറ്റീവ് മാനിഫെസ്റ്റേഷനാണ്, പക്ഷെ ആളുകൾ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് കർമ്മ എന്ന് പറയുന്നു, പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. മനുഷ്യന്മാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അവരാണ് നമ്മളെ ഗോഡ്. ഇപ്പോൾ സെക്യൂരിറ്റിയും ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള ഒരാളെയും ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഇമോഷണലി നിങ്ങൾ റിച്ച് ആണ്. ഇമോഷണലി നിങ്ങൾ റിച്ച് ആയി കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി എല്ലാ രീതിയിലും നിങ്ങൾക്ക് റിച്ച് ആവാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാർട്ട്ണറിനെ ബ്ലെയിം ചെയ്യുന്നു, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നു. ആക്ച്വലി ആ ഒരു മോശം പാർട്ട്ണറെ നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങൾ അട്രാക്ട് ചെയ്ത് എടുത്തതാണ്. അവരെ നിങ്ങൾ റെഡിയാക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇന്നർ വേൾഡ് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അവരും മാറാൻ തുടങ്ങും. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. അപ്പോൾ ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരം കിട്ടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ നോക്കിക്കഴിയുമ്പോൾ ചില മൈൻഡ് കോച്ചുകൾ അല്ലെങ്കിൽ മൈൻഡ് പവർ കോച്ച് എന്നൊക്കെ തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന എൻ്റെ ഒരു വളരെയധികം നല്ലൊരു ഫ്രണ്ടായിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുകയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വെൽക്കം ചെയ്യുന്നു. ഹലോ ശ്രീവിദ്യ, ഹലോ, വെൽക്കം. താങ്ക് യു. പറയൂ, എന്താണ് വിശേഷങ്ങൾ? സുഖം. കുറെ നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. യെസ്, പറയൂ, പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്? നന്നായിട്ട് പോകുന്നു. ഞാൻ ദുബായിലാണ്, ഇപ്പം നാട്ടിലെത്തി ഇവിടെ ഇരിക്കുന്നു. ഇതും ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യാണ്. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വേർഡ് അത്രയും ട്രെൻഡിങ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിവേ, താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഹിയർ. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ എങ്ങാണ്ടായില്ലേ നമ്മൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ 1 ഇയർ കഴിഞ്ഞിട്ട് ശരി ഇത് ഹാപ്പൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മളെല്ലാവരും ഫോണിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ വീഡിയോസ് കാണാം ഈ മാനിഫെസ്റ്റേഷനെ പറ്റി. നിങ്ങൾ അങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും, 2 മാസത്തിനുള്ളിൽ അത് സംഭവിക്കും, മാനിഫെസ്റ്റ് ഫോക്കസ് എന്നൊക്കെ ഡ്രീം എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ. ആക്ച്വലി അത് വർക്ക് ചെയ്യുന്നൊരു കാര്യമാണോ ശരിക്കും? ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ അതോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനാണ്? കാരണം പോസിറ്റീവ് കാര്യം മാത്രമല്ല മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ വൈസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ തോട്ട്സിലൂടെയും ഫീലിങ്സിലൂടെയും നിങ്ങളുടെ ആക്ഷനിലൂടെയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത കാര്യമാണ്. അത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷനാണ്, പക്ഷെ ആളുകൾ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് കർമ്മ എന്ന് പറയുന്നു, പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ ഒരേ കാര്യത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ലോകം മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ ഉള്ളൊരിതുണ്ടല്ലോ. അത് 100% ശരിയാണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അതിന് പാരലലി കുറേ പേര് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, വരാനുള്ളത് എന്തായാലും എനിക്ക് ഇങ്ങനെ വിധിയുണ്ട്, ഇത് സംഭവിക്കും, അങ്ങനെ പറയുന്നവരുണ്ട്. ആ സെക്കൻഡ് ആണോ ഫസ്റ്റ് ഓപ്ഷൻ ആണോ ശ്രീവിദ്യ? ആക്ച്വലി അത് നമ്മൾ പോസിറ്റീവായിട്ടൊരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാണ്, പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സും ഫീലിങ്സും നെഗറ്റീവ് ആണെങ്കിൽ ഒരിക്കലും നമുക്കത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എനിക്കൊരു ലംബോർഗിനി കാർ വേണമെന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ലംബോർഗിനി ഡ്രൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ എന്നുള്ളത് നോക്കണം. അതായത് ആ ഒരു കാറിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ എനർജി ലെവലിലേക്ക് ഞാൻ എപ്പോഴാണോ എൻ്റെ ഫ്രീക്വൻസി അപ്ഗ്രേഡ് ചെയ്യുന്നത് അപ്പോഴാണ് ലൈഫിൽ ആ ഒരു കാര്യം എനിക്ക് മാനിഫെസ്റ്റ് ആവുക. ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ എനർജി ലെവൽ നമ്മളെല്ലാവരും സെയിം ആണ്. പക്ഷെ ഇപ്പം അംബാനി ആണെങ്കിലും അല്ലെങ്കിൽ ബിൽഗേറ്റ്സ് ആണെങ്കിലും ഷാരൂഖ് ഖാൻ ആണെങ്കിലും എനർജി വൈസ് വി ആർ ഓൾ സെയിം. പക്ഷെ ഫ്രീക്വൻസി ലെവൽ, ഇപ്പം ലാലേട്ടൻ്റെ ഓറ എന്നൊക്കെ പറയുന്നില്ലേ, ഇപ്പം എനർജി ലെവൽ നമ്മളെല്ലാവരും സെയിം ആണ്, പക്ഷെ ഫ്രീക്വൻസി മാത്രമാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് യുവർ ഇമോഷൻ, തോട്ട്സ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ്, യുവർ ട്രോമ. ഓക്കെ, അതെല്ലാം കൂടെ ഉള്ളൊരു പാക്കേജ് ആണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ശരി. ഇപ്പോൾ ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, ഇപ്പം ചേഞ്ച് യുവർ ഡ്രസ് ആൻഡ് യു വിൽ അട്രാക്ട് വെൽത്ത് എന്നൊക്കെ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ശരിക്കും ട്രൂ ആണോ?
ശരിക്കും വൈറ്റ് കളർ ഡ്രസ്സിന് നെഗറ്റീവ് എനർജി അട്രാക്ട് ചെയ്യില്ല എന്ന് പറയും. വൈറ്റ് കളർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ഓറ കുറച്ചും കൂടെ പോസിറ്റീവ് ആയിരിക്കും, നമ്മളൊന്നും അട്രാക്ട് ചെയ്തെടുക്കില്ല. അതുകൊണ്ടാണ് സ്പിരിച്വലി പോകുന്ന ആളുകളൊക്കെ കൂടുതലും വൈറ്റ് കളർ ചൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളറാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി അട്രാക്ട് ചെയ്യുന്നതെന്ന് പറയും. കാരണം ഈ വൈറ്റ് കളർ എന്ന് പറയുന്ന ഈ വിബ്ജിയർ 7 കളേഴ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വൈറ്റ് ആവും. 7 കളേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിലുള്ള 7 ചക്രാസിന്റെ കളേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എനർജിയുമായിട്ട് ആ വൈറ്റ് കളറിന് ബന്ധമുണ്ടെന്ന് പറയുന്നു. അതിന്റെ സയന്റിഫിക് സ്റ്റഡി ഒന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാം സയൻസിൽ വിശ്വസിക്കുന്ന ആളാണ്. ഏതിന്റെ പേരിലും സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ, പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാറുള്ളൂ. സയന്റിഫിക്കലി പ്രൂവൺ ആണെങ്കിൽ മാത്രം അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ? അപ്പം ഈ കളേഴ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ വിശ്വസിക്കാറുണ്ടല്ലോ, എവിടെയെങ്കിലും പോകുമ്പോ അല്ലെങ്കിൽ അങ്ങനെ? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ ഇന്റൻഷൻ പോസിറ്റീവ് ആവുക, നമ്മൾ ആളുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, മനുഷ്യന്മാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവരാണ് നമ്മളെ ഗോഡ് അല്ലെ. നമ്മളെ ഗോഡ് എന്ന് പറയുന്നത് ആ ഒരു എനർജിയാണ്, അത് എല്ലാ ആളുകളിലും ഉണ്ട്. നമ്മളിപ്പം ഒരു ഹയർ കാറ്റഗറിയിലാണ്, താഴെയുള്ളവരെ ആ രീതി കാണണം, മേലെയുള്ളവരെ ഇപ്പൊ സെക്യൂരിറ്റിയും ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള ഒരാളെയും ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഇമോഷണലി നിങ്ങൾ റിച്ച് ആണ്. ഇമോഷണലി നിങ്ങൾ റിച്ച് ആയി കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി എല്ലാ രീതിയിലും നിങ്ങൾക്ക് റിച്ച് ആവാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇമോഷണൽ റിച്ച് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫൈനാൻഷ്യലിയും റിച്ച് ആവാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. തേടി വരും. അതിന്റെ പുറകെ ഇപ്പൊ മണി ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ പുറകെ പോവേണ്ട ആവശ്യമില്ല, നമ്മളുടെ അടുത്തേക്ക് അത് വന്നു ചേരും ഓട്ടോമാറ്റിക്കലി. അതെ, പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ ഇന്റൻഷൻ ശരിയായ മതി. അതിനുവേണ്ടി നമ്മൾ അഭിനയിക്കണ്ട. ഇപ്പൊ നമ്മൾ ഞാനിപ്പോ ചിരിച്ചുകൊണ്ട് ശംഭുനോട് ഹായ് ശംഭു യു സോ ഗുഡ്, ഞാൻ എന്നിട്ട് തിരിഞ്ഞെന്ന് പറയാണ്, ഓ എന്ത് സ്വഭാവ, അപ്പൊ കാര്യമില്ല. അപ്പൊ ശംഭുവിന് അത് കറക്റ്റ് എന്റെ ഇന്റൻഷൻ മനസ്സിലാവും. കാരണം എനർജി വൈസ് എല്ലാവർക്കും സോൾ വൈസ് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചില ആളുകളോട് നമുക്കൊരു ബാഡ് വൈബ് ഫീൽ ചെയ്യുന്നത്. കാരണം ഓരാന്ന് പറയുന്ന ഉള്ളിൽ അവര് നമ്മളെ പറ്റി ബാഡായി തിങ്ക് ചെയ്യുന്നു, പുറത്ത് ചിരിച്ചിട്ട് കാര്യമില്ല. കാരണം ഉള്ളില് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ, അത് ഞാൻ പോസിറ്റീവ് ആണെങ്കിൽ ശംഭുവിന് ആ വൈബ് ഫീൽ ചെയ്യും. അതാണ് ഞാനും അവരും സെയിം വൈബാണെന്ന് ആളുകൾ പറയുന്നത്. ഇപ്പം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാണാത്ത ഒരാളെ അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ വീഡിയോയിൽ എക്സ് ബോയ് ഫ്രണ്ടിനെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ബ്ലണ്ടർ ആയിട്ടുള്ള ആക്ച്വലി തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ എൻ്റെ പാർട്ട്ണറെ അല്ലെങ്കിൽ ഒരാള് XY ഒരാള് ഒരു പാർട്ട്ണറെ അട്രാക്ട് ചെയ്തെടുക്കുന്നത് നമ്മളുടെ ഫ്രീക്വൻസിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളെ ലൈഫിൽ അട്രാക്ട് ആവുന്നത്. ആ പാർട്ട്ണർ നിങ്ങളുടെ ഫ്രീക്വൻസിക്ക് മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ അവര് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും. ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാർട്ട്ണറിനെ ബ്ലെയിം ചെയ്യുന്നു അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നു. ആക്ച്വലി ആ ഒരു മോശം പാർട്ട്ണറെ നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങൾ അട്രാക്ട് ചെയ്ത് എടുത്തതാണ്. അവരെ നിങ്ങൾ റെഡിയാക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇന്നർ വേൾഡ് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അവര് മാറാൻ തുടങ്ങും. ഇപ്പം നല്ലവരായ ഒരു കാറ്റഗറി, ചീത്ത ആൾക്കാർ, അങ്ങനെ ഒരു ബാഡ് പീപ്പിൾ ഗുഡ് പീപ്പിൾ എന്ന് പറയുന്ന കാറ്റഗറി ഇല്ല. ചിലർ നല്ലത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എല്ലാവരുടെ ഉള്ളിലും ഡാർക്ക് സൈഡും ഉണ്ട്, ലൈറ്റ് സൈഡും ഉണ്ട്. എന്റെ ഉള്ളിലും ഡാർക്ക് സൈഡ് ഉണ്ട്, എന്റെ ഉള്ളിൽ ലൈറ്റ് സൈഡ് ഉണ്ട്. എന്റെ ഉള്ളിൽ എനിക്ക് ആംഗ്രി പേഴ്സൺ ഉണ്ട്, സാഡ്നെസ് ഉണ്ട്, എന്റെ ഉള്ളിൽ ഒരുപാട് വിഷമിക്കുന്ന ഫിയർ ആയിട്ടുള്ള ഒരാളുണ്ട്. അതേസമയം എന്റെ ഉള്ളിൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, കറേജസ് ആയിട്ടുള്ള. രണ്ടും ചേർന്നതാണ് ഒരു സോൾ, രണ്ടും ചേർന്നതാണ് ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ശംഭുവിൽ നിന്നും ലൈറ്റ് സൈഡ് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആ ലൈറ്റ് സൈഡ് ശംഭുവിന്റെ അടുത്തേക്ക് റിഫ്ലക്ട് ചെയ്യണം. അപ്പോഴാണ് ശംഭു ആ ഒരു ക്യാരക്ടർ എൻ്റെ അടുത്ത് കാണിക്കുന്നത്. ഞാനിപ്പോൾ മോശമായിട്ടാണ് ശംഭുവിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ശംഭുവിന് അത് ബാഡ് അടിക്കും. അപ്പം നിങ്ങൾ ഒരാളെടുത്തുനിന്ന് നല്ലൊരു ക്യാരക്ടർ അട്രാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം അത് പ്രൊജക്ട് ചെയ്യണം അവരിലേക്ക്. നമ്മള് അവരെന്നെ സ്നേഹിക്കുന്നില്ല, അവരെന്നെ മനസ്സിലാക്കുന്നില്ല, അവരെന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് പരാതി പറയുന്നതിന് പകരം നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾ എന്താണ് പുറത്തേക്ക് കൊടുക്കുന്നത്, എന്താണ് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും കംപ്ലൈന്റ്സ് ആണെങ്കിൽ നിങ്ങളിലേക്ക് കംപ്ലൈന്റ്സേ വരുള്ളൂ. ഇപ്പൊ നമുക്കത് കിട്ടുന്നില്ല, അവരങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ എന്താണ് ഗിവ് ചെയ്യുന്നതിനെ പറ്റി ഇല്ലാത്തതിലാണ് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്, എന്തില്ല എന്നുള്ളതിലാണ്. എല്ലാവരും ലൈഫ് പാർട്ട്ണറിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതകാലം മൊത്തം അവർ നോക്കുന്നത്. അവരെ
തിരുത്താന്നുള്ളതല്ല, കൂടെയുള്ള ആളുകളെ ശരിയാക്കി അവരും ശരിയാവുന്നില്ല, ഇവരും ശരിയാവുന്നില്ല. അത് നമ്മളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക, അപ്പൊ അവര് മാറും. ഓക്കെ ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു. ഇപ്പം ഞാനൊരു വ്യക്തിയുമായിട്ട് ഒരു ഇഷ്യൂ, ചെറിയൊരു തർക്കമോ വോട്ടവോ, അപ്പം ഞാൻ പൊതുവേ ചെയ്യാറുള്ളത്, ഞാൻ അത് കഴിഞ്ഞിട്ട് ആലോചിക്കും, അത് സംഭവം എൻ്റെ തെറ്റാണെന്ന് ഞാൻ വരുത്തി തീർക്കും. ആലോചിക്കും അത് അവരുടെ അല്ല എന്ന്. മാക്സിമം ഞാൻ അവരുടെ സൈഡിൽ നിൽക്കാൻ ട്രൈ ചെയ്യാറുണ്ട് തിങ്ക് ചെയ്യുമ്പോൾ. എന്നിട്ട് ഞാൻ അവരെ വിളിച്ച് ഓക്കെ എന്ന് പറയും. അങ്ങനെ മെൻറ്റാലിറ്റി ഉള്ളത് അത് ആക്ച്വലി എന്ത് റീസൺ കൊണ്ടായിരിക്കും? ചിലരുണ്ട് വളരെ സ്റ്റബോണായിട്ട് നിന്നിട്ട് അവരെ തന്നെ വിളിച്ച് നീ ചെയ്തതാണ് തെറ്റെന്ന് പറയും. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുള്ളത് എൻ്റെയാണ് തെറ്റെന്ന് ഞാൻ തന്നെ രണ്ട് സൈഡിലും നിൽക്കാതെ ചിന്തിച്ചു നോക്കാം. അതിന് മൂന്നാമതൊരാള് അതിനെ ഒബ്സർവ് ചെയ്യുന്ന പോലെ തിങ്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മളെ ലീഡർ സെൽഫിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം. നമ്മളെ ലീഡർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജിക്സോ പസിൽ പോലെയാണ്. ഈ പറയുന്ന പോലെ നമ്മൾ സെൽഫ് സാബട്ടേജിങ് ഉണ്ടാവും. നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി വിക്ടിമൈസ് ചെയ്യും. എന്റെ കാരണമാണ്, എന്റെ തെറ്റുകൊണ്ടാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ആരെക്കാളും ചെറുതല്ല. എനിക്ക് മനസ്സിലായി, നമ്മൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ മനസ്സിലായി. അത് ഒരു രീതിയിൽ നല്ല ക്വാളിറ്റിയാണ്, പക്ഷെ ആളുകൾ അത് യൂസ് ചെയ്യുകയും ചെയ്യും, അല്ലെ? അപ്പോ നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ജിക്സോ പസിൽ പോലെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആംഗ്രി സെൽഫ് ഉണ്ട്, ഫിയർ സെൽഫ് ഉണ്ട്, നമ്മൾക്കൊരു ആനിമൽ സൈഡും ഉണ്ട്. കാരണം നമ്മൾ പബ്ലിക്കലി നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല നമ്മൾ പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് സീക്രട്ട് പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മുടെ ഉള്ളിൽ ആരും കാണാത്തൊരു വേർഷൻ ഉണ്ട്. അത് ചിലപ്പോൾ നമ്മളെ പാർട്ട്ണർക്ക് പോലും അറിയില്ലായിരിക്കും. അപ്പൊ ഒരാളെയും നമ്മൾക്ക് 100% മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലീഡർ സെൽഫിൽ നിന്നുകൊണ്ട് ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാം. ലീഡർ സെൽഫ് എന്ന് പറയുന്നത് കാം ആയിരിക്കും, കമ്പാഷനേറ്റ് ആയിരിക്കും, ക്ലാരിറ്റി ഉണ്ടാവും, ക്യൂരിയസ് ആയിരിക്കും, കറേജസ് ആയിരിക്കും, കോൺഫിഡന്റ് ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും. ആ ഒരു ലീഡർ സെൽഫിൽ നിന്നുകൊണ്ട് നമുക്ക് ആ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ആ പ്രോബ്ലം ആയിട്ട് നമുക്ക് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റും. അപ്പം ഈ ഒരു വ്യക്തി അന്ന് പറഞ്ഞതിനേക്കാൾ ഇങ്ങനെയാണ് അത് പറഞ്ഞതെങ്കിൽ കുറച്ചുകൂടെ നന്നായനെ, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല റിയാക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയായിരുന്നു ഞാൻ പറയേണ്ടത്. അങ്ങനെ എടുത്താൽ അത് ഓക്കെ. അപ്പൊ അത് രണ്ടുപേരുടെ ഭാഗത്ത് നോക്കാതെ. പക്ഷെ നമ്മൾ ആ സമയത്ത് ഇമോഷൻസ് ഭയങ്കര ബൂസ്റ്റായി പോപ്പ് ആയി നമുക്ക് ആ രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റില്ല മേ ബി. പിന്നെ നമ്മള് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം അങ്ങ് ഏറ്റെടുക്കും. പക്ഷെ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. കാരണം ബ്രെയിൻ അതാണ് പരിചയം. നമ്മളെ വിക്ടിമൈസ് ചെയ്യാന്നുള്ളതാണ്. ബ്രെയിൻ എന്താണ് പരിചയം, ആ സിറ്റുവേഷൻ ആണ് ലൈഫിൽ വരിക. കണ്ടിട്ടില്ലേ, കഷ്ടപ്പാടുള്ളവർക്ക് എപ്പോഴും കഷ്ടപ്പാടായിരിക്കും, എസ്കേപ്പ് ചെയ്യുന്നവർ എപ്പോഴും എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ശരിയാ. കുറച്ച് സിനാരിയോസ് ഞാൻ പറയാം, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. റെഡിയാണോ? നോക്കാം. ഓക്കെ. ഒരു പേഴ്സൺ he earns well but he is always worried about money. ഓക്കെ, അപ്പൊ അവരിലേക്ക് വലിയൊരു പ്രശ്നമാണെന്നല്ലേ? അല്ല, അപ്പൊ ഔട്ട് ഗോയിങ് ഫ്രീക്വൻസി മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻകമിങ് ഉണ്ടാവില്ല. ഗിവിങ് മാത്രമേ ഉള്ളൂ, റിസീവിങ് ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പം വെറീഡ് ആണെങ്കിൽ വരില്ല, തിരിച്ചു വരില്ല. ഇപ്പൊ നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിൽ ഇപ്പം ബില്ല് കാണുമ്പോഴത്തേക്ക് നമ്മൾ നെഞ്ചു കത്തുമല്ലേ, മനസ്സോടെ നമ്മൾ ഗൂഗിൾ പേ കൊടുക്കും. അപ്പോ ഈ പറയുന്ന പോലെ ഹാപ്പി ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാന്ന്. അത് എന്ത് ബിസിനസ് ആണെങ്കിലും മണി എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് വലിയ എമൗണ്ട് ഇല്ല, എല്ലാം ഒരുപോലെയാ. അപ്പൊ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഇമോഷൻ ആണ് നോക്കേണ്ടത്. ഇമോഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗോ വിത്ത് ലവ്, ഗ്രോ വിത്ത് ലവ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വരും, ഉറപ്പായിട്ടും വരും. എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി അത് ട്രൈ ചെയ്ത് നോക്കാം. ശരി, ഇത് കറക്റ്റാണ്. ഇപ്പം someone is very afraid to post content because of people's opinion. ചില ആൾക്കാരുടെ ഒപ്പീനിയൻ പേടിച്ച്, അല്ലെങ്കിൽ അവരെന്ത് പറയും എന്നുള്ള പേടിച്ച് കോണ്ടന്റ് പോസ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു അത് പീപ്പിൾ പ്ലീസർ ആയിരിക്കും. അതായത് ചുറ്റുമുള്ള ആളുകൾ പറയുന്നത് എന്താണോ അതാണ് ഞാനെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതായത് മറ്റുള്ളവർ പറയുന്നത് പോലെ ആയിരിക്കണം എൻ്റെ ലൈഫ്. സ്വന്തമായിട്ട് ഒരു ഒപ്പീനിയനോ സ്വന്തമായിട്ട് നമ്മളെ സ്കില്ലിൽ വിശ്വാസമോ ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ തിങ്ക് ചെയ്യുന്നത്. അങ്ങനെ തിങ്ക് ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ ലൈഫല്ലേ ജീവിക്കുന്നത്. അപ്പൊ നമ്മള്
അപ്പൊ നിങ്ങൾക്കൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ബെസ്റ്റ് വേർഷനിൽ എത്താൻ നോക്കുക. ബാക്കിയുള്ളവർ അവരുടെ കാര്യം ചെയ്യുന്നു. അവരൊരാളെ നോക്കിക്കാണുന്നത് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അത് ഓരോ ആളുകളും ഓരോ ലെൻസിലൂടെയാണ് ഒരാളെ നോക്കി കാണുന്നത്. അപ്പൊ നമുക്ക് തിരുത്താൻ പറ്റില്ല. അങ്ങനെ നമ്മള് നോക്കാൻ തുടങ്ങി അതെ. ശരി, ഓക്കെ. എ മദർ ഫീൽസ് ഗിൽറ്റി ഫോർ ടേക്കിംഗ് ടൈം ഫോർ ഹെർസെൽഫ്. ഒരു അമ്മയ്ക്ക് ഒരു കുറ്റബോധം, പുള്ളിക്കാരിക്ക് വേണ്ടി തന്നെ പുള്ളിക്കാരി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ, അതെന്തുകൊണ്ടായിരിക്കാം? അത് ഓവർ കൺസേൺ കൊണ്ടായിരിക്കാം ചിലപ്പോൾ. ആളുടെ പേരന്റിങ്ങില് ഗിൽറ്റി ഫീലിംഗ് വരുന്നു എന്നാണ്. അതെ. അത് ആളുടെ ഉള്ളിൽ നല്ലൊരു അതായത് ആളുടെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് ഉണ്ടല്ലോ, ആ ചൈൽഡ് കംപ്ലീറ്റ്നെസ്സിലോട്ട് എത്തിയിട്ടില്ല. നമ്മുടെ ബേബി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ചൈൽഡാണ്. ആ ബേബി മെച്യൂർ ആവാതെ നമുക്കൊരു മെച്യൂർ മദർ ആവാൻ പറ്റില്ല. നമുക്ക് നല്ലൊരു മദർ ആവണമെങ്കിൽ ഉള്ളിലുള്ള ബേബി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എല്ലാവരുടെ ഉള്ളിലുണ്ട്. യെസ്. അപ്പൊ ആ ബേബി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ബേബി ഇന്ന് 3 വയസ്സിൽ സ്റ്റക്കാ. ഇപ്പം 3 year ഓൾഡിലാണ് ഈഗോ നമുക്ക് ഡെവലപ്പ് ആവുന്നത് ഒരു കുട്ടിക്ക്. അപ്പോ ഒരാളുടെ പേര്, ഇപ്പൊ ഞാനാണെങ്കിൽ ശ്രീവിദ്യക്ക് ആ ടോയ് വേണം, ഞാൻ എന്റെ പേരെടുത്ത് പറയുന്നതാണ് വേൾഡിന്റെ അടുത്ത്. അപ്പൊ പറയാണ് ഡോണ്ട് ഡു ദിസ്, നോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നോക്കി ഈ വേൾഡ് എനിക്ക് സേഫ് അല്ല എന്നുള്ള മെസ്സേജ് ആണ് ഞാൻ എടുക്കുന്നത്. ഓൾറെഡി നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാണ്. അപ്പോ അതെപ്പോഴും ഒരു വറിയിലാണ്, എപ്പോഴും ഒരു ആങ്സൈറ്റിയിലാണ് ഉള്ളിൽ. ആ ആങ്സൈറ്റി ഉള്ള ആളുകളാണ് ആങ്ഷ്യസ് മദർ ആവുന്നത്. കുട്ടികളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പോവരുത്, ഇവിടെ ഓവർ കൺട്രോളിങ് ചെയ്യുന്നു ആ മദർ. പിന്നെ അതിന് ഗിൽറ്റി വരും, ഗിൽറ്റ് ഫീലിംഗ് വരും. ഓ, ഞാൻ എൻ്റെ മോളെ നല്ല രീതിയിൽ നോക്കുന്നില്ലല്ലോ. അത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട് കോസ് ഇവിടുന്നാണ്. ശരി. കാരണം പലപ്പോഴും ചെറിയ പിള്ളേരെ ഒരുപാട് വഴക്ക് പറയും. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും വഴക്ക് പറയേണ്ടത്, പക്ഷെ പിന്നെ അത് തന്നെ ഹാപ്പൻ ചെയ്യും, പിന്നെയും വഴക്ക് പറയും, പക്ഷെ പിന്നെ ഓർക്കും അങ്ങനെ. അതെ. ഇപ്പൊ പുറത്തു പോകുമ്പം പിന്നെ കോൾ ചെയ്യുക, കൺട്രോളിങ് മദർ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ആ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കള്ളം പറയാൻ തുടങ്ങും. ഓവറായിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ഞാൻ കേസസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാതെ എപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വലുതാവുമ്പം എല്ലാം കള്ളം പറയാൻ തുടങ്ങും. മനസ്സിലായി. അമ്മയായിട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല. പിന്നെയും ഈ മദറിന് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഗിൽറ്റ് ഫീലിംഗ് വന്നുകൊണ്ടേയിരിക്കും. മകൾ എന്റെ അടുത്തുനിന്ന് അകന്നകന്ന് പോവാണ്. ശരി ശരി ശരി. അപ്പൊ അതൊരു ഹ്യൂജ് ഗ്യാപ്പ് അല്ലേ ഇവിടെ സംഭവിക്കുന്നത്. അപ്പം മേ ബി ഫാദറിന്റെ അടുക്കായിരിക്കും കൂടുതൽ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ആ വ്യക്തിയുമായിട്ട് അവിടെ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കും. അവിടെ നമ്മളെ ഹീൽ ചെയ്യാണ് വേണ്ടത്. മകളെ നന്നാക്കുന്നതിന് പകരം നമ്മളിലേക്ക് നോക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, അത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുഞ്ഞ് വേണമെന്ന് പറഞ്ഞിട്ട് സൊസൈറ്റി ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യം തന്നെ അവര് ആ മാരീഡ് ലൈഫ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം, ഹസ്ബൻഡുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടോ നോക്കാം. അതിനുശേഷം അവർ ഇന്നർ ചൈൽഡ് ഹാപ്പി ആണോ, ഇന്നർ ചൈൽഡ് എപ്പോഴാണ് ഹാപ്പി ആവുന്നത് അപ്പം മാത്രം മദർഹുഡിലോട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ആ വരുന്ന കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കും. മൈൻഡ് പ്രിപ്പയർഡ് ആയിട്ട് ഗോ ഓൺ എന്നുള്ളൊരു. ഇപ്പം വേറൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി, സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുന്നു, ഒരുപാട് ഹാർഡ് വർക്ക്, പക്ഷെ പരീക്ഷ സമയമാകുമ്പം ഒരു ഭയങ്കര പാനിക്, ഒരു പേടി. വെൽ പ്രിപ്പയർഡ് ആണ്, പക്ഷെ പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര പേടി. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പം ആ ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല എക്സാമിന് എഴുതാൻ വേണ്ടി. പിന്നെ എക്സാം കഴിഞ്ഞൊന്ന് ഉറങ്ങി കഴിയുമ്പോൾ എല്ലാ ആൻസറും ഇങ്ങനെ മൈൻഡിൽ വരും. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെയും നമ്മളെ കെമിക്കൽസ് ഒക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അവിടെയും നമ്മളെ ഹീൽ ചെയ്യാൻ നമുക്ക് അറിയണം. ഇപ്പം അതിനൊക്കെ ഒരു പ്രെയർ ഉണ്ട്. ആ പ്രെയർ നമ്മൾ ചൊല്ലിക്കാറ്റിൽ ഞാൻ ഇവിടെ പറയുന്നില്ല, അത് ട്രോളാൻ ആൾക്കാരുണ്ടാവും. അപ്പം ആ പ്രെയർ ഇല്ല, ആ പ്രെയർ വെച്ചിട്ട് ഒന്നും പഠിക്കാതെ, ഇപ്പോഴും എന്റെ ഫോണിൽ ആ വോയിസ് നോട്ട് കിടക്കുന്നുണ്ട്, ഒന്നും പഠിക്കാതെ യൂണിവേഴ്സിറ്റി എക്സാമിന് പോയിട്ട് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. അതെങ്ങനെ? അതാണ് പറഞ്ഞത്, എല്ലാം നമുക്ക് എവിടെയോ കേട്ടതോ എല്ലാം നമ്മളെ മൈൻഡിൽ ഉണ്ടല്ലോ. ആ പ്രെയർ ചൊല്ലി ഹീൽ ചെയ്തിട്ട്, അതും സയൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് നമ്മളെ ഔട്ട് ഗോയിങ് ഇൻകമിങ് ഫ്രീക്വൻസി ന്യൂട്രൽ ആക്കുന്ന ഒരു പ്രെയറാണ്. അപ്പൊ നമ്മളെ ബ്രെയിൻ ഫോഗ് പോവും, കുറച്ചുകൂടെ മെമ്മറി പവർ കൂടും, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും, എഴുതാൻ പറ്റും. ഓ, അത് കൊള്ളാം.
അപ്പൊ അത് കഴിഞ്ഞ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അല്ലേ? അത് ഇവിടെ പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് ഓൾറെഡി ട്രോൾ വരുന്നുണ്ട്. ഇപ്പം വേറെ സിനിമ ഇപ്പൊ ഞാൻ ചിലർ പറഞ്ഞുതരാം അത്. ഇത് കണ്ടു പറയാം. ഇപ്പം ചിലർ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു സിനറിയാണ്, എനിക്കൊന്നും ശരിയാവുന്നില്ല, നത്തിങ് ഈസ് ഹാപ്പനിങ്, Nothing is working. നത്തിങ് ഈസ് വർക്കിംഗ്, നത്തിങ് ഗുഡ് ഈസ് ഹാപ്പനിങ് ഫോർ മീ എന്ന് പറയുമല്ലോ. അത് എന്താ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ അത് നത്തിങ് ഗുഡ് ഹാപ്പൻ എന്താണ്? അതായത് എല്ലാത്തിനും കംപ്ലൈന്റ്സ് ആണ് അവർക്ക്. പിന്നെ ഒന്നിലും ലൈഫിൽ സാറ്റിസ്ഫൈഡേ അല്ല. അപ്പോൾ അവരൊരിക്കലും എന്ത് കിട്ടിയാലും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. ഇപ്പൊ നമുക്കുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെയുണ്ട് ലൈഫിൽ, അതിന് നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റുമെങ്കിൽ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള സിറ്റുവേഷൻ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസന്റിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ, നടക്കാൻ പറ്റുന്നുണ്ടോ, ചിരിക്കാൻ പറ്റുന്നുണ്ടോ, അതിന് ഗ്രേറ്റ്ഫുൾ ആവും. അങ്ങനെ ചിന്തിക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടേ, നമ്മളിപ്പം ഓക്കെ ആണോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ലത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ കുറെ ആൾക്കാർക്ക് അറിയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ താഴെ കമന്റ് വരുന്നതുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ ശ്രീതിയുടെ തന്നെ വീഡിയോയുടെ താഴെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിക്കാം. റെഡി? ഓക്കെ അല്ലേ? ഓക്കെ, യെസ്, നോക്കാം. കട കയറി നിൽക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? കടം കയറി നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോൾ ചിന്തിക്കുന്നത്, ഈ ലോൺ എങ്ങനെ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത മാസത്തെ റെന്റ് എങ്ങനെ അടക്കും എന്നുള്ള രീതിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ അവരോട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് പോസിറ്റീവായി തിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ആദ്യം നിങ്ങളെ ഹെൽത്ത് ആണ് ഓക്കെ ആക്കേണ്ടത്. ഹെൽത്ത് ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പം നമ്മൾക്ക് സ്ട്രെസ് കെമിക്കൽ റിലീസ് ആയിക്കൊണ്ടേയിരിക്കും ബോഡിയിൽ. അപ്പോൾ അതൊന്ന് നോർമലൈസ് ചെയ്യുക. നിങ്ങൾ നെർവസ് സിസ്റ്റം ഒന്ന് കാം ഡൗൺ ചെയ്യുക. നെർവസ് സിസ്റ്റം കാം ഡൗൺ ചെയ്യാനുള്ള ടെക്നിക്കാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ തോട്ട് പാറ്റേൺ മാറ്റണം. അതുപോലെ നിങ്ങളുടെ മണി സ്റ്റോറി കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് റീനറേറ്റ് ചെയ്തിട്ട്, അതുപോലെ നിങ്ങളുടെ നെഗറ്റീവ് മണി ബിലീഫ്സ് കംപ്ലീറ്റ് മാറ്റിയിട്ട്, അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ മണി മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ പിക്കപ്പ് ചെയ്തൊരു മെസ്സേജാണ്. അത് കംപ്ലീറ്റ് മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ നിങ്ങൾക്ക് ഈ കടത്തിൽ നിന്നും റിക്കവർ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു മണി ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരുന്നുണ്ടാവും. അത് കറക്റ്റ് ടൈം യൂസ് ചെയ്യണം. റൈറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഈ എല്ലാ നാട്ടുപ്രദേശത്തൊക്കെ ഉണ്ടാവും, ഒരു പണിയില്ല, ചായക്കടയിലൊക്കെ ഇരുന്ന് ആൾക്കാരെ കുറ്റമൊക്കെ പറയുന്നവരുടെ മൈൻഡ്സെറ്റ് ആക്ച്വലി അവർക്കൊക്കെ ഇപ്പൊ ഭീഷണിയായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ കുറഞ്ഞു വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും കിട്ടിയിട്ടില്ല, അപ്പൊ അവരെ പോലെ തന്നെ മറ്റുള്ളവർക്കൊന്നും കിട്ടാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. കാരണം അവരുടെ ബ്രെയിനിന് ആ ഗ്രോത്ത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു ലൈഫിലോട്ട് അവർക്ക് എത്താൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് അവർക്കില്ല. അപ്പൊ അവർക്ക് വളരാൻ പറ്റുന്നില്ല. അപ്പൊ മറ്റുള്ളവരും താഴേക്ക് പോകണം എന്നുള്ള മൈൻഡ് സെറ്റാണ് എപ്പോഴും. ഞാൻ സയൻസ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ അവർ ലാക്കിലാണ് വർക്ക് ചെയ്യുന്നത് എപ്പോഴും. അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല. അപ്പം എനിക്ക് കിട്ടാത്തത് അവർക്കും കിട്ടാൻ പാടില്ല എന്നുള്ളതാണ്. ഈ കല്യാണം കഴിഞ്ഞാലുടനെ ഈ അമ്മായിയമ്മ മരുമകൾ പോലുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു മനഃശാസ്ത്രം, ആക്ച്വലി യഥാർത്ഥ മനഃശാസ്ത്രം. ഓക്കെ, ഈ അമ്മായിയമ്മക്ക് എപ്പോഴൊരു പേടി ഉണ്ടാവും. അതുവരെ മകന്റെ മുഴുവൻ സ്നേഹവും അമ്മായിയമ്മക്കാണ് കിട്ടുന്നത്. ഇനി ഈ സ്നേഹം ഡിവൈഡായി പോകുമല്ലോ എന്നുള്ളൊരു പ്രശ്നം അമ്മായിയമ്മക്ക് ഉണ്ടാവും. മരുമകൾ ഈ സീരിയലും പണ്ടത്തെ കുറേ കാര്യങ്ങൾ കണ്ട് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എല്ലാ അമ്മായി അമ്മമാരും ഇതുപോലെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ വർക്ക് ആവുന്നത്. അപ്പോൾ മകള് ഇത് ഒരു സ്ത്രീയാണ്, ഇതെൻ്റെ ഫ്യൂച്ചറിൽ ഒരു അമ്മയാവാൻ പോകുന്ന ഒരാളാണ് എന്നുള്ള പെർസ്പെക്റ്റീവിലും, അമ്മായിയമ്മ എൻ്റെ മകൻ്റെ ഭാര്യ ആയാലും എൻ്റെ മകളെ പോലെ തന്നെയാണെന്നുള്ള പെർസ്പെക്റ്റീവിലും കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അൾട്ടിമേറ്റ് നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ. മനുഷ്യന്മാർ സംസാരിക്കുന്ന രണ്ടു ഇമോഷൻസ് ആണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അണ്ടർസ്റ്റാൻഡിങ്. അതെ അതെ. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈഗോ എങ്ങനെ മാറ്റി വെക്കാം, അല്ലെ ആരാണ് ആദ്യം വിട്ടുവീഴ്ച ചെയ്യുന്നത്? ഇപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടാവും. അതിൽ പിന്നെ അവർക്ക് ഈഗോ കാണിക്കാനുള്ള ടൈം ആൻഡ് സ്പേസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ഭർത്താവ് വർക്കിംഗ് ആയിട്ട് വൈഫ് വീട്ടിലിരിക്കുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു ഭർത്താവുമ്പം ഓൾറെഡി ആണുങ്ങൾക്ക്, അതായത് പുരുഷന്മാർക്ക് ഒരു ദിവസം 7,000 വേർഡ്സ് മാത്രമേ അവർ സംസാരിക്കുള്ളൂ.
സ്ത്രീകൾക്കാണെങ്കിൽ 13,000 to 14,000 വേർഡ്സ് വരെ അവർക്ക് സംസാരിക്കണം. അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു സ്ത്രീ ആരെയും കാണാതെ ഒന്നും സംസാരിക്കാതെ ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഹസ്ബൻഡ് ആണെങ്കിൽ ഈ 7,000 വേർഡ്സ് ഓൾറെഡി മീറ്റിങ്ങിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം വീട്ടിൽ വന്നിട്ട് സ്ത്രീ വെയിറ്റ് ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ അടുത്ത് എല്ലാം ഓപ്പണായി പറയാം. ഹസ്ബൻഡ് വിചാരിക്കുന്നത് ഒരു സ്പേസ് വേണം, കാമായിട്ട് ഒരു സ്ഥലത്ത് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം എന്നാണ്. അപ്പോൾ ഈ സ്ത്രീ പോയിട്ട് സംസാരിക്കുന്ന സമയത്താണ് അവിടെ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഹസ്ബൻഡ് അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല, സ്ത്രീക്കാണെങ്കിൽ എന്നെ കേൾക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പം പരസ്പരം രണ്ടുപേരുടെയും ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ബയോളജിക്കലി ആണെങ്കിലും ബ്രെയിൻ രീതിയിലാണെങ്കിലും നമ്മളെ നെർവസ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഒരു പരിധി വരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇപ്പോൾ പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾ ബ്ലെയിം ചെയ്യുന്നതിന് പകരം പരസ്പരം സ്പേസ് കൊടുക്കുക, ടൈം കൊടുക്കുക, അത് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. ഒന്ന് കാം ഡൗൺ ആയതിനു ശേഷം ഒന്ന് പുറത്ത് പോവുക, ഒരു ഡേറ്റിന് പോവുക, എന്നിട്ട് പരസ്പരം ഓക്കെ എനിക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്, നിങ്ങളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നിങ്ങളെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ കാം ഡൗൺ ആയതിനു ശേഷം രണ്ടുപേരും പുറത്ത് പോയിട്ട് നിങ്ങളുടെ പരസ്പരം നീഡ്സ് ആൻഡ് വാണ്ട്സ് ഷെയർ ചെയ്ത് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി, ഓക്കെ അപ്പോൾ പറയുക ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അപ്പം നീ എന്നെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് പരസ്പരം മനസ്സിലാക്കുക. അത് ചിലപ്പം ഒരു ദിവസം കൊണ്ട് എല്ലാം ഓക്കെ ആവണം എന്നില്ല, പിന്നെയും ഫൈറ്റ് ഉണ്ടാവാം, ഇറ്റ്സ് ഓക്കെ. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇപ്പോൾ നിങ്ങൾ ഒരാളെ ഒഴിവാക്കി വേറൊരു പാർട്ട്ണറെ ചൂസ് ചെയ്താലും പാർട്ട്ണർ മാത്രമേ മാറുന്നുണ്ടാവുള്ളൂ, നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന സിറ്റുവേഷനും ഫീലിങ്സും ഇമോഷൻസും സെയിം ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പാർട്ട്ണറെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 30 കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാതെ സിംഗിൾ ആയിട്ട് ജീവിക്കുന്നവരെ സമൂഹം കുറ്റവാളിയെ പോലെ നോക്കുന്നത് എന്തുകൊണ്ട്? ഞങ്ങളോ പെട്ടു, ഇനി നിങ്ങളും പെടണ്ട എന്നുള്ളതായിരിക്കാം. ഇനി അതല്ല, പിന്നെ എന്താണ്, ആ ഒരു ഏജിൽ അവർ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചിലപ്പോൾ അവർക്ക് കുട്ടികളായിട്ടുണ്ടാവാം. അപ്പം അവർക്ക് അത്രയും ഉത്തരവാദിത്വം ഉണ്ട്. അപ്പം അവരുടെ ആ ഒരു ഏജിൽ ഇവരിങ്ങനെ എൻജോയ് ചെയ്യാണ്, ട്രാവൽ ചെയ്യാണ്, ലൈഫിൻ്റെ എല്ലാ രീതിയിലും അവർ എക്സ്ട്രീം ലെവലിൽ അവർ എൻജോയ് ചെയ്യാണ്. അത് കാണുമ്പോൾ ഒരു ജലസ് ഫീലിങ്ങും ആകാം. അങ്ങനെ ആയിരിക്കും, കാരണം നമുക്കത് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആയിരിക്കാം മേ ബി. കല്യാണം കഴിച്ചാലേ പൂർണ്ണതയുള്ളൂ എന്ന ചിന്താഗതി ശരിയാവും. സിംഗിൾ ലൈഫിന്റെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് ഞാൻ മാരീഡ് ആയതുകൊണ്ട് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഫ്രീഡം ഓഫ് ലിവിങ് ആണ്. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ തീരുമാനിക്കുകയാണ് എനിക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യണം തീരുമാനിക്കാം, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ നമുക്ക് ഫ്രീ ബേർഡായിട്ട് എല്ലാ സ്ഥലത്തും പോവാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഈ ഒരു ജനറേഷൻ മാരേജ് കഴിഞ്ഞാലും ആ രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ഇപ്പം എൻ്റെ എക്സാമ്പിൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഇപ്പം എനിക്ക് ഫ്രീഡം ഉണ്ട് ലൈഫിൽ. ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരാൾ തരേണ്ടതല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കല്യാണം കഴിഞ്ഞതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം എനിക്ക് എൻ്റെ കരിയർ ഞാൻ ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് അടുത്തത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് ചൂസ് ചെയ്യാം, എവിടെ ട്രാവൽ ചെയ്യണം എന്ന് ചൂസ് ചെയ്യാം. ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. ഇപ്പം തായ്ലാൻഡിൽ പോവാണ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് എനിക്കുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു മാരേജ് കഴിഞ്ഞതിൻ്റെ പേരിൽ നല്ലൊരു പാർട്ട്ണറെ കിട്ടുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞതും കഴിക്കാത്തതും ഒരുപോലെ തന്നെയാണ്. അതെ. ആഫ്റ്റർ 40 സ്ത്രീകൾക്ക് വരുന്ന മാറ്റം ഇമോഷണലി മെന്റലി എന്തൊക്കെയാണ്? ഞാൻ 40 ആയിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് കുറച്ചുകൂടെ വുമൺഹുഡ് എൻജോയ് ചെയ്യാൻ തുടങ്ങും, കുറച്ചുകൂടെ പ്രാക്ടിക്കലായി തിങ്ക് ചെയ്യാൻ തുടങ്ങും, കുറച്ചും കൂടെ ഫ്രീഡം അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും, അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ തുടങ്ങും, കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ചൈൽഡിഷ് ബിഹേവിയർ ഒക്കെ മാറി ഇപ്പം ഹസ്ബൻഡിനെ പാർട്ട്ണറെ മനസ്സിലാക്കാനും നല്ലൊരു പേരന്റ് ആവാൻ വേണ്ടി അവർ ശ്രമിക്കുകയും പിന്നെ കരിയറിൽ തന്നെ അവർ ബെസ്റ്റ് ആയിട്ട് ഇപ്പം എല്ലാ 40+ ആണ് ആളുകൾ കൂടുതലും ഏൺ ചെയ്യാൻ തുടങ്ങുന്നത്, കരിയർ വൈസ് ഗ്രോ ചെയ്യുന്നത്, സെൽഫ് ലവ് എൻജോയ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു 30+ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇപ്പം ചെറിയ കുട്ടികൾ, അതായത് ഇപ്പം കോളേജ് കഴിഞ്ഞ കുട്ടികൾ തൊട്ട് അവര് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുന്നു, ഫ്രീഡം എൻജോയ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവരെ വെച്ച് 40+നെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കൂടാനുള്ള കാരണം? അതായത് എനിക്കത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക്
പേരൻറ്റിങ്, അതായത് നമ്മുടെ ഫാദറിൻ്റെ അതൊട്ട് പറഞ്ഞു തുടങ്ങേണ്ടി വരും. ഇപ്പോൾ ഒരു ഗേളിനെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഹീറോ ആയിട്ട് കാണുന്ന ഫാദർ ആയിരിക്കും. അപ്പം അവിടെ ഫാദറിൻ്റെ ഇമോഷണലി ടച്ച്, ഹഗ്, അതുപോലെ ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ആ കുട്ടിക്ക്. അതായത് പേരൻസ്, എസ്പെഷ്യലി ഫാദർ ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കും ചൈൽഡ്ഹുഡിൽ. അപ്പം അതൊരു വോയിഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ഉള്ളിൽ. അപ്പം ഈ വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോയ് ഫ്രണ്ടിനെ തേടി പോകും. അപ്പം ബോയ് ഫ്രണ്ട് നമ്മൾ വിചാരിക്കും ഓക്കെ ഈ വോയിഡ് ബോയ് ഫ്രണ്ട് ഫില്ല് ചെയ്യും, അതായത് ആ നീഡ്സ് ഒക്കെ എനിക്ക് അവിടുന്ന് സാറ്റിസ്ഫൈ ആവുമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള എക്സ്പീരിയൻസിന്റെ മിറർ റിഫ്ലക്ഷൻ ആണ്. അപ്പം നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഫാദറാണ്. അപ്പം സെയിം ടോക്സിക് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. അവിടെ നമ്മൾ ബ്രേക്കപ്പ് ആയിട്ട് മാരേജിലോട്ട് പോകും. മാരേജിലോട്ട് പോകുമ്പോഴും നമുക്ക് അവിടെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഇന്നർ ചൈൽഡ്, അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഇന്നർ ചൈൽഡ് ക്രേവ് ചെയ്യാണ് ഒരു ലവിന് വേണ്ടി, കെയറിന് വേണ്ടി, ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് ഒന്നും കിട്ടുന്നില്ല, ലാക്കാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് തേടി പോവാണ്, സോഴ്സിലോട്ട് പോവാണ്. അങ്ങനെയാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലോട്ട് എത്തുന്നത്. ചിലപ്പം ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നത് മണി കണ്ടിട്ടോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാവാം. പക്ഷെ നിങ്ങളത് ആ സ്നേഹമാണെന്ന് കരുതി അതിലേക്ക് പോവാണ്. അപ്പൊ പാർട്ട്ണറിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ പേരൻസിൽ നിന്ന് നമുക്ക് എന്താണ് ലാക്കായിട്ട് ഫീൽ ചെയ്തത്, ആ വോയിഡ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുന്നത്. യെസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ, എല്ലാവരും കണക്ട് ചെയ്യുന്ന ആൻസേഴ്സും ആണ്. സോ അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് താങ്ക് യു. അപ്പോൾ ഇനിയും അടിപൊളിയാവട്ടെ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ചോക്ലേറ്റിനും താങ്ക് യു. ശരി.